ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അമ്മ സംഘടനയെ പറ്റിയുള്ള ഒരു പരാമർശവുമായിട്ട് മഞ്ജു പത്രോസ് എന്തായാലും രംഗത്തെത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി അതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് തന്നെയായാലും അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു വിഷയം നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മളെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന പലരെയും ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ചിന്തയിലൂടെ നല്ലൊരു കാര്യം നടക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു പ്രശ്നം പോകുന്നത്. അമ്മ എന്ന സംഘടനയിൽ എന്തുകൊണ്ട് ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യമാണ് മഞ്ജു പത്രോസിനോട് അവതാരക ചോദിച്ചത്. എന്നാൽ അതിനുള്ള റിപ്ലൈ മഞ്ജു എന്താണ് കൊടുത്തതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതെന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും അമ്മ പോലൊരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ 2.5-3 തോന്നുന്നു ഇപ്പോഴത്തെ എമൗണ്ട്. 2.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഒരു സംഘടനയിൽ നമ്മൾ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ സംഘടന നമുക്ക് പെൻഷൻ എന്ന് പറയുന്ന 5000 രൂപ എന്താണ് തരുന്നത്. അതല്ലാതെ ഒരു തൊഴിൽ വാഗ്ദാനം ആ സംഘടന തരുന്നുണ്ടോ? ഇവിടെ ഏതെങ്കിലും സംഘടന തരുന്നുണ്ടോ? ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. എങ്കിൽ പോലും ഈ ഒരു വലിയ തുക എന്ന് പറയുന്നത് ഇവരെ പോലെയുള്ള മഞ്ജു പത്രോസിനെ പോലെ തന്നെയുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണിത്. അവർക്കത് അങ്ങനെ അവർ കഷ്ടപ്പെട്ട ആ ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ അവരുടെ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് മഞ്ജു പത്രോസ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും മറ്റ് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചമുണ്ടാവുന്ന രീതിയിലേക്കാവണം സംഘടനകൾ നമ്മൾക്ക് ഓഫറുകൾ തരേണ്ടതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നതും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻ്റ് ആയിട്ട് അറിയിക്കുക. എന്തായാലും മഞ്ജു പത്രോസിനെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ പല രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ മഞ്ജു പത്രോസിന് ഒരുപാട് സ്ട്രഗിളുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. അതിനെ ചൊല്ലി തന്നെ കുടുംബജീവിതത്തെ പറ്റിയും എല്ലാം പലരും പല വീഡിയോസും ചെയ്തിരുന്നു. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അതിനെപ്പറ്റി മഞ്ജു പത്രോസ് ഒരിക്കലും വലിയ രീതിയിൽ ഒരു പ്രതികരണം കൊടുത്തിട്ടില്ല. എന്തു തന്നെ ആയാലും ഈ ഒരു പ്രശ്നത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വളരെയധികം സപ്പോർട്ട് അവർക്ക് കിട്ടി എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ മഞ്ജു പത്രോസിന്റെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.